നമ്മളെ കൊട്ടാരം അങ്ങനെ സംഭവങ്ങളൊന്നും ചാനലില്ല. അതുകൊണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടാനില്ല. ഇപ്പൊ അതിനകത്ത് അല്ലല്ല മനസ്സിലായല്ല, സ്വാഭാവികമായിട്ടത് നടന്നു വരുന്നൊരു ഇതായതുകൊണ്ടാണ് ചോദിച്ചോണ്ട് ഒരു കുഴപ്പമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ചില സമയത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവ് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ചില സമയങ്ങൾ നമുക്ക് വേണ്ട പോലെ ഡെലിവറി ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ചില കൊറിയോഗ്രാഫി കൃത്യമാവണമെന്നില്ല. ഈ പറയുന്ന സാധനം ആ ദിവസം ആ സമയത്ത് അതുപോലെ വരിക എന്നുള്ളത് ഇപ്പൊ നമ്മൾ പറയില്ലേ, സച്ചിൻ തെണ്ടുൽക്കർ വലിയ കളിക്കാരനായിരിക്കും, പക്ഷെ മൂപ്പര് ഡക്ക് എടുക്കുന്ന എത്രയോ വളരെ ആവശ്യമുള്ള സമയത്തായിരിക്കും മൂപ്പര് പൂച്ച റണ്ണെടുത്ത് ഔട്ടായി പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം കൂടെ ഘടകം കൂടെ ഇതിനകത്തുണ്ട്. കാരണം എന്താ അറിയോ, ചാനലിൽ ഇപ്പൊ ഗ്രാൻഡ് ഫിനാലിൽ വിജയിച്ച ആരിൽ നിന്നും ചാനലിന് ഒരു ഗുണമില്ല. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒരു സംഭവം നമ്മള് എല്ലാവരും ഇപ്പൊ സുമേര കൂടെ ആര് കളിച്ചാലും പ്രസന്റ് എന്റെ ഒരു അഭിപ്രായത്തില് പിടിച്ചു കേൾപ്പല്ല. 20 വയസ്സ് അവസാനത്തിൽ വന്ന കുറച്ച് 1-2 സംഭവങ്ങളില് പ്രസന്റേഷനിൽ വന്ന ഒരിക്കലും അവള് അവളൊരു എലിമിനേഷന്റെ വക്കത്തായിട്ട് ഒറ്റയ്ക്ക് കളിച്ചിട്ട് വീണ്ടും കയറി പോകും. ലാസ്റ്റ് എലിമിനേഷന്റെ ടി വി ഷോ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും പ്രേക്ഷകനും തന്നെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ആനയും പേനയും പോലെ വ്യത്യാസം അല്ല. അതിന് കാരണം എന്താ വെച്ചാൽ ഇപ്പൊ എലിമിനേഷൻ കൊടുത്തപ്പോ എലിമിനേഷൻ റൗണ്ട് ഔട്ടായി പോകുന്നതിന് തൊട്ടുമ്പോ ഇവിടെ കൊണ്ട് ഒറ്റയ്ക്ക് ഡാൻസ് ചെയ്യിപ്പിച്ചപ്പോ നമ്മള് കൂളായി കയറി പോകും. പക്ഷെ നമ്മളൊരു ചിട്ടവട്ടത്തിൽ ചെയ്യാൻ പറയുമ്പോ ഇങ്ങനെ ഒരു ടെക്നിക്കൽ റൗണ്ട്, ആ റൗണ്ട് ഈ റൗണ്ട് എന്ന് പറയുമ്പോൾ അതിന്റേതായിട്ടുള്ള പ്രസന്റേഷൻ സംഭവങ്ങളുണ്ട്. പിന്നെ അവര് 3 പേരും കൂടി തീരുമാനിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ടെക്നിക്കൽ രീതികൾ പറയാൻ എനിക്ക് അറിയില്ല. പക്ഷെ നമ്മൾ കാണുമ്പോഴുള്ള വ്യത്യാസങ്ങൾ അതാണ്. ഇപ്പൊ അവളുടെ അടുത്തൊരു ഡാൻസ് കളിച്ചോ എന്ന് പറഞ്ഞാൽ അവളെ വെറുതെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവള് ലീവാർന്ന പോലെ അവളെ കളിച്ചൊക്കെ തിരിച്ചു വരും. ഞാൻ എന്റെ ഫോട്ടോസ് കണ്ടിരുന്നു. ബാബു സാറെ ഞാൻ ആ ഫോട്ടോ ഇവിടെ നിന്നാണ് ഞങ്ങൾ അവിടെ എത്തുന്നത്.